പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അനുദിന വചനം യഹോവ റാഫ, സൗഖ്യമാക്കുന്ന ദൈവം. ഫോർ ഐ ആം ദ ലോർഡ് യുവർ ഹീലർ. എന്റെ യേശുവെനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുത്തെ വചനം പ്രകാരം അരുളി ചെയ്യുന്നുവല്ലോ. ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവം നമ്മൾക്കായി വിളമ്പിത്തരുന്ന വിഷയം കർത്താവിൻ്റെ മറ്റൊരു പേരാണ് യഹോവ റാഫ, സൗഖ്യമാക്കുന്ന കർത്താവ്. പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് വിളമ്പിത്തരുന്ന മൂന്നാമത്തെ ദൈവത്തിന്റെ പേരാണ് നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. എബ്രായ ഭാഷയിൽ യഹോവ റാഫ എന്നാണ് പ്രയോഗം. വിശ്വസിക്കുന്ന തന്റെ ജനത്തെ പൂർണ്ണമായി സൗഖ്യമാക്കുന്നവൻ എന്നർത്ഥമാക്കാം. പുറപ്പാട് 23-25, ആവർത്തന പുസ്തകം 32-39, സങ്കീർത്തനങ്ങൾ 41, 3-4 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 103-3, സങ്കീർത്തനങ്ങൾ വീണ്ടും 147-3, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഈ തിരുവചന ഭാഗങ്ങളെല്ലാം ഈ തന്നിരിക്കുന്ന കുറിവാക്യത്തോടൊപ്പം ചേർത്ത് വായിക്കണം. എല്ലാ വാക്യങ്ങളും നമ്മളെ സൗഖ്യമാക്കുന്ന കർത്താവിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. ഇസ്രായേൽ മക്കൾ ശൂർ മരുഭൂമിയിൽ 3 ദിവസം ഉഴുന്ന് നടന്നു മാറായിലെത്തി. ദാഹിച്ചപ്പോൾ കിട്ടിയ വെള്ളമോ കയ്പ് വെള്ളം. അവർ മോശയ്ക്കെതിരെ പിറുപിറുത്തു. ദൈവം മാറായിലെ വെള്ളത്തെ മധുരമാക്കി. നമ്മുടെ മക്കൾ കയ്പായി പെരുമാറുമ്പോൾ സൗഖ്യമാക്കുന്ന കർത്താവ് ആ കയ്പിനെ മധുരമാക്കും. കർത്താവിന്റെ നാമം ബലമായ ഗോപുരം. അതികഠിനമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉറപ്പിച്ച് പറയുക, കർത്താവ് എന്റെ സൗഖ്യദായകൻ, യഹോവ റാഫ. നമ്മളെ സൗഖ്യമാക്കുന്ന കർത്താവിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ഏത് മേഖലയാണോ വൈദ്യശാസ്ത്രം കൈവിട്ടിരിക്കുന്നത്, ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് പൂർണ്ണ സൗഖ്യം തരുന്ന, മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന വൈദ്യനാണ് ഈ ലോകത്തിന്റെ വൈദ്യൻ, മഹാവൈദ്യൻ, കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു.
ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്നേഹവാനായ പിതാവേ, ഞങ്ങളെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളുടെയും കുടുംബത്തെ സമർപ്പിക്കുന്നു. കുടുംബത്തിന് പൂർണ്ണമായ ഒരു സൗഖ്യം നൽകണമേ. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃസഭകളെ തിരുക്കരങ്ങൾ തരുന്നു. പൂർണ്ണ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് അനേകര് പലയിടങ്ങളിലുണ്ട് കർത്താവേ. അവരെയെല്ലാം ഈ സമയത്ത് അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതുവരെ നിന്നു പോയിട്ടില്ലല്ലോ കർത്താവേ. അവിടുത്തെ വചനത്തെ സ്ഥിരീകരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങൾക്കായി തന്ന ഈ മനോഹരമായ ഭൂമി മനുഷ്യൻ അതിനെ വികൃതമാക്കി പല മേഖലകളിൽ അതിനെ വ്രണപ്പെടുത്തി മുറിപ്പെടുത്തി തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഭൂമിയുടെ മേൽ അവിടുന്ന് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഓരോ നിമിഷവും സൗഖ്യം തരുന്നതിനായി സ്തോത്രം. പൂർണ്ണ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ്സും സന്തോഷത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരാവശ്യം ഇന്നതെന്ന് പറയുന്നതിന് മുമ്പേ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പ ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച് കരുതി സൗഖ്യം തന്ന് നിലനിർത്തുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. കലത്തിലെ മാവും തുരുത്തിയിലെ എണ്ണയും വറ്റിപ്പോകാതെ അവിടെ ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്ക് പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ, അവരുടെ ജോലി സ്ഥലത്ത് അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. യേശുരാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. യേശുരാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസ